സ്റ്റുഡൻസ് നമ്മുടെ ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം അതിൻ്റെ തിയറി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലത്തിൻ്റെ മറ്റൊരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ വേർ ദ ഡാറ്റ കൺസിസ്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ഈസ് 1 2 3 ആൻഡ് വൈ ഈസ് 1 2 2. ഫൈൻഡ് ദ ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ ദാറ്റ് ഫിറ്റ്സ് ദ ഡാറ്റ. നമുക്കപ്പോൾ ഈ ഡാറ്റ പോയിന്റ്സുമായി ബന്ധപ്പെട്ട ഒരു ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ വേണം. അത് ഈ ഡാറ്റയെ ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വിച്ച് മീൻസ് നമുക്ക് ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ എന്ന് വെച്ചാൽ സോ വി നീഡ് എ ലൈൻ ഓഫ് ദ ഫോം y is equal to a naught plus b naught x. ഈ ഫോമിലുള്ള ഒരു ലൈനാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് എ നോട്ടും ബി നോട്ടും ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമുക്ക് ഈ പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റ പോയിന്റ്സിൻ്റെ അകത്ത് എക്സും വൈയും തന്നിട്ടുണ്ട്. സോ നമുക്ക് പോയിന്റ്സ് എന്ന് വെച്ചാൽ 1 1, നെക്സ്റ്റ് പോയിന്റ് ഈസ് ആക്ച്വലി 2 2, നെക്സ്റ്റ് പോയിന്റ് ഈസ് 3 2. സോ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മെട്രിക്സ് എ ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്തെ y 1 ആണ്, എക്സ് 1 ആണ്. സോ ഫസ്റ്റ് ഡേറ്റ പോയിന്റ്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് 1 ഈസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് ബി നോട്ട് ഇൻറ്റു 1. അതാണ് ഫസ്റ്റ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ഡേറ്റ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. രണ്ടാമത്തെ ഡേറ്റ പോയിന്റിന് കറസ്പോണ്ടിങ് ആയ ഇക്വേഷൻ 2 ഈസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് 2 ബി നോട്ട് എന്ന് പറയുന്നതാണ്. മൂന്നാമത്തെ ഡേറ്റ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയ ഇക്വേഷൻ 2 ഈസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് 3 ബി നോട്ട് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് മൂന്നാമത്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. സോ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എക്സ്പ്രഷന് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന രൂപത്തിൽ എഴുതാൻ പറ്റണം. സോ നമുക്ക് എ ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി ഫോം ചെയ്യാൻ പറ്റും. എയ്ക്കകത്തെ എക്സ്പ്രഷൻ എയുടെ മെട്രിക്സ് എ നോട്ടിൻ്റെയും ബി നോട്ടിൻ്റെയും കോഎഫിഷ്യൻസ് ആണ് വരുന്നത്. സോ 1 1, ഇവിടെ 1 2, ഇവിടെ 1 3. ഓക്കെ. സോ ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് എ നോട്ടിൻ്റെ കോഎഫിഷ്യൻ 1, ബി നോട്ടിൻ്റെ കോഎഫിഷ്യൻ 1. സെക്കൻഡ് ഇക്വേഷനകത്ത് എ നോട്ടിൻ്റെ കോഎഫിഷ്യൻ 1, ബി നോട്ടിൻ്റെ കോഎഫിഷ്യൻ 2. തേർഡ് ഇക്വേഷനകത്ത് എ നോട്ടിൻ്റെ കോഎഫിഷ്യൻ 1, ബി നോട്ടിൻ്റെ കോഎഫിഷ്യൻ 3. ഓക്കെ. സോ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ വേരിയബിൾസ് എ നോട്ട് ബി നോട്ട് ആണ്. ആൻഡ് ബി ഈസ് ഈക്വൽ ടു ലാസ്റ്റ് റൈറ്റ് സൈഡിൽ വരുന്ന 1 2 2 ആണ് നമ്മുടെ ബി. അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ പോയിന്റ്സിൽ തന്നെ എഴുതാം. എയുടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 1 1 1 ആണ്. ഇനിയും സെക്കൻഡ് കോളം എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസ് ആണ് 1 2 3. ബിയുടെ കോളം എന്ന് പറയുന്നത് വൈയുടെ വാല്യൂസ് ആണ് 1 2 2. ഓക്കെ. ഇത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന് ഫസ്റ്റ് കോളം തന്നെ 1 1 1 വേണമെന്നില്ല. ലാസ്റ്റ് കോളം ആക്കി 1 എഴുതിയാലും കുഴപ്പമില്ല. അതായത് ഈ ഇക്വേഷനെ ബി നോട്ട് എക്സ് പ്ലസ് എ നോട്ട് എന്ന് എഴുതിയാൽ ലാസ്റ്റ് കോളം ആയിരിക്കും 1. അങ്ങനെ എഴുതിയാലും തടസ്സമൊന്നുമില്ല. ഓക്കെ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ എ കിട്ടി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോം ഓഫ് എ എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലത്തെ മിനിമൈസ് ചെയ്യുക. ഇത് മിനിമം ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് എ എക്സ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി എന്നുള്ളതാണ് നോർമൽ ഇക്വേഷൻ. അപ്പം നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂസ് ആണ് വേണ്ടത്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ തിയറി. സോ എ ട്രാൻസ്പോസ് എ നമ്മൾ ആദ്യം എഴുതുക എന്നുള്ളതാണ്. സോ എ ട്രാൻസ്പോസ് എ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതിനെ തിരിച്ച് എഴുതുന്നതാണ്. സോ എ ട്രാൻസ്പോസ് ഈസ് 1 1 1 2 1 3 and A is 1 1 1 1 2 3. So A transpose A എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 1 plus 1 into 1 plus 1 into 1 which is equal to 3. Next is 1 into 1 plus 1 into 2 plus 1 into 3 which is actually 6. Here it is 1 into 1 plus 1 into 2 plus 1 into 3 which is actually 6. Here it is 1 into 1 plus 2 into 2 plus 3 into 3 which is actually 40. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ട്രാൻസ്പോസ് ബി ആണ്.
എ ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട് 1 1 1 1 2 3. ഇനി ബിയുടെ വാല്യൂ നമുക്കറിയാം മെട്രിക്സ് ബി ഈസ് ആക്ച്വലി 1 2 2 എന്നുള്ളതാണ് മെട്രിക്സ്. സോ ദിസ് ഈസ് 1 2 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 1 plus 1 into 2 plus 1 into 2 which is actually 5. Next is 1 into 1 plus 1 in 2 into 2 plus 3 into 2, that is 6 plus 4 plus 1 which is actually 11. ഓക്കെ, സോ നമുക്ക് എ ട്രാൻസ്പോസ് എയും കിട്ടി, എ ട്രാൻസ്പോസ് ബിയും കിട്ടി. അപ്പൊ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യുക. സോ എ ട്രാൻസ്പോസ് എ എക്സ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി ആക്ച്വലി ഫോംസ് ആസ് നമുക്ക് 3 6 6 14 3 6 6 14 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എ നോട്ട് ബി നോട്ട്, ബി എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ബി എന്ന് പറയുന്നത് 5 11. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഈ സിസ്റ്റത്തെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻസ് ആണ് എ നോട്ട് ബി നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗുമെന്റഡ് മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുന്നു. ഓഗുമെന്റഡ് മെട്രിക്സ് ഈസ് ആക്ച്വലി 3 6 6 14 പിന്നെ 5 11. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഗുമെന്റഡ് മെട്രിക്സ്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് സെക്കൻഡ് റോ, അതായത് ഫസ്റ്റ് എലമെന്റ് 3 ആണ്, ഇത് താഴത്തെ ഉള്ള എലമെന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ R2 ഈസ് ഈക്വൽ ടു R2 മൈനസ് 2R1 ആണ്. അതായത് ഫസ്റ്റ് ഈ 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R2 നിന്ന് കുറച്ചാൽ മതി. സോ R2 ഈസ് 6 14 11 ആണ്. 2 into R1 എന്ന് വെച്ചാൽ, സോ ദിസ് മൈനസ് 2 into R1, 2 into 3 is 6, 2 into 6 is 12, 2 into 5 is 10. So subtract ചെയ്യുമ്പോൾ 0 2 1 എന്ന് കിട്ടും. സോ ദിസ് മെട്രിക്സ് ട്രാൻസ്ഫോംസ് ടു, ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, 3 6 5 0 2 1 എന്ന ഫോമിലേക്ക് മാറും. വേർ R2 is equal to R2 minus 2R1. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ എക്കലോൺ ഫോമിലേക്ക് മാറി. ഇനി നമുക്ക് ഡയറക്ട്ലി ഇക്വേഷനകത്തുനിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. സോ ദ എക്സ്പ്രഷൻ ചേഞ്ചസ് ടു, അതായത് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഈ സിസ്റ്റം ആയിട്ട് മാറി. സോ ദിസ് എക്സ്പ്രഷൻ ചേഞ്ചസ് ടു 3 6 0 2 ഇൻറ്റു എ നോട്ട് ബി നോട്ട് ഈസ് ഈക്വൽ ടു 5 1. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ആദ്യം എടുക്കുക. 0 ഇൻറ്റു എ നോട്ട് പ്ലസ് 2 ഇൻറ്റു ബി നോട്ട് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 ബി നോട്ട് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ബി നോട്ട് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആണ് ആദ്യം എടുക്കുന്നത്, കാരണം നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ നിന്നാണ് തിരികെ പോകേണ്ടത്. അടുത്ത ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. 3 എ നോട്ട് പ്ലസ് 6 ബി നോട്ട് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അതിൽ നിന്ന് 3 എ നോട്ട് ഈസ് ഈക്വൽ ടു 5 മൈനസ് 6 ബി നോട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5 മൈനസ് 6 ഇൻറ്റു 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6 ഇൻറ്റു 1/2 ഈസ് 3, 5 മൈനസ് 3 ഈസ് 2. സോ 3 എ നോട്ട് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് എ നോട്ട് ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. സോ എ നോട്ടും ബി നോട്ടിന്റെ വാല്യൂ കിട്ടി. സോ ദ റിഗ്രഷൻ ലൈൻ ഈസ് line y is equal to a naught plus b naught x is, a naught in the value നമ്മൾ കണ്ടുപിടിച്ചു, a naught in the value is 2/3, b naught in the value is 1/2. so y is equal to 2/3 plus 1/2 x എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ ആണ് നമ്മുടെ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഈ ഡാറ്റ പോയിന്റ്സിന് ഏറ്റവും നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് പറഞ്ഞ y is equal to 2/3 plus 1/2 x എന്ന് പറയുന്ന ഈ ലൈനാണ്. സോ ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് മാത്രമല്ല നമുക്ക് ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ പോയിന്റ്സ് തന്നിട്ട് അതിനെ ഫിറ്റ് ചെയ്യുന്ന പോളിനോമിയൽസ് വേണമെങ്കിലും, പോളിനോമിയൽ അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം ആയിട്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യാം, അത്തരത്തിലുള്ള പ്രോബ്ലം ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി വിൽ ഡിസ്കസ് വൺ സച്ച് ക്വസ്റ്റ്യൻ.
Question is find the quadratic polynomial which fits the points -1, 1, 0, 0, 1, 1. ഇപ്പം ഈ മൂന്ന് പോയിന്റ്സിൽ കൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇതിന് വളരെയധികം ക്ലോസർ ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇതും ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇവിടെയും നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ്ലി ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കുക. അപ്പൊ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് ലൈൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. y = mx + c എന്ന തരത്തിലുള്ള ഒരു ലൈൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പക്ഷെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം നമുക്ക് അറിയാം. സോ ആൻസർ ഈസ് വി ഹാവ് ടു ഫൈൻഡ് y = a0 + b0 x + c0 x². ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം. ഇത് തിരിച്ചു വേണമെങ്കിലും എഴുതാം. സോ വി ഹാവ് ടു ഫൈൻഡ് a0 b0 c0. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന പോളിനോമിയലിന്റെ ഫോർമാറ്റ് a0 b0 x c0 x² എന്നുള്ള ഫോർമാറ്റ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് a0 b0 c0 കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെയും ആ പ്രോബ്ലം തന്നെ ax = b എന്നുള്ള ഫോമിൽ എത്തണം. മെട്രിക്സ് എ കണ്ടുപിടിക്കണം, എന്നിട്ട് നോർമൽ ഫോം എഴുതണം. നോർമൽ ഫോം എഴുതിയിട്ട് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആക്കണം. അത് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് a0ന്റെ b0ന്റെ c0ന്റെ എക്സ്പ്രഷൻ കിട്ടും. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് 3 പോയിന്റ്സ് ഉണ്ട്. -1, 1, എക്സ് -1 ആകുമ്പോൾ y 1. സോ ഫസ്റ്റ് ഇക്വേഷൻ -1, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് y = 1 a0 - b0 x + c0 × -1 × സ്ക്വയർ എന്ന് വെച്ചാൽ 1 തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 0, 0. സോ y is 0 = a0 + b0 × 0 + c0 × 0. അത് 0 ആയിപ്പോവും. മൂന്നാമത്തെ പോയിന്റ് ഈസ് 1, 1. സോ ഇവിടുത്തെ y is 1. സോ a0 + b0 x + c0 b0 × x അല്ല b0 സോറി, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. b0 × x അല്ല, ഇവിടെ b0 × 1 ആണ്, -1 ആണ്. അങ്ങനെയാണ് അത് b0 ആയത്. ഇവിടെ c0 എന്ന് കിട്ടും. ഇവിടെയും x അല്ല, എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത്, b0 + c0. സോറി. അപ്പം ഇത് വെച്ച് നമ്മളൊരു പുതിയ മെട്രിക്സ് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടി. ഇക്വേഷനെ ലെറ്റ്സ് സേ കോൾ ആസ് 1. ഈ ഇക്വേഷൻ നമ്മൾ ax = b എന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ സൊല്യൂഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് a0 b0 c0ന്റെ വാല്യൂ കിട്ടുന്നത്. സോ നമ്മൾ ഇതിനെ ഒരു മെട്രിക്സ് ആക്കി ഫോം ചെയ്യുന്നു. ഈ സിസ്റ്റത്തെ മെട്രിക്സ് ആക്കി ഫോം ചെയ്യുമ്പോൾ കോഎഫിഷ്യൻസ് ആണ് a0ന്റെ b0ന്റെ c0ന്റെ കോഎഫിഷ്യൻസ് ആണ് മെട്രിക്സിന്റെ. സോ നമ്മൾ മെട്രിക്സ് എ ഫോം ചെയ്യുന്നു. a = 1, a0ന്റെ കോഎഫിഷ്യൻസ് 1, 1, 1. താഴോട്ട് കോളം വൈസ് എഴുതുമ്പോൾ 1, 1, 1. അടുത്തത് b0ന്റെ കോഎഫിഷ്യൻസ് ഈസ് -1, 0, 1. അടുത്തത് c0ന്റെ കോഎഫിഷ്യൻസ് ഈസ് 1, 0, 1. ഇതാണ് എ. ഓക്കെ, ഇനിയും എക്സ് എന്ന് പറയുന്നത് ഇവിടെ 3 വേരിയബിൾസ് ഉള്ളത് കൊണ്ട് a0 b0 c0 എന്നുള്ളതാണ് എക്സ്. ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂസ് 1, 0, 1 എന്നുള്ളതാണ് 1, 0. ഓക്കെ, സോ നമുക്ക് ax = b എന്നുള്ള ഫോമിൽ എത്തി. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ആണ് വേണ്ടത്. സോ ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലത്തെ ടേംസിലുള്ള സൊല്യൂഷൻ ആണ് വേണ്ടത്. സോ വി ഫോം എ നോർമൽ ഇക്വേഷൻ. സോ നോർമൽ ഇക്വേഷൻസ് ഈസ്, നോർമൽ ഇക്വേഷൻ എന്താണ്? a ട്രാൻസ്പോസ് ax = a ട്രാൻസ്പോസ് b എന്നുള്ളതാണ്. നമുക്ക് a ട്രാൻസ്പോസ് a കണ്ടുപിടിക്കണം. സോ a ട്രാൻസ്പോസ് a = a ട്രാൻസ്പോസ് എ എന്ന് പറയുന്നത്, സോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആകും. സോ 1, -1, 1. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആകും 1, 0, 0. തേർഡ് റോ തേർഡ് കോളം ആകും, ദാറ്റ് ഈസ് 1, 1, 1 ഇൻറ്റു 1, -1, 1, 1, 0, 0, 1, 1, 1. So this is A. A transpose A കണ്ടുപിടിക്കണം. A transpose A കണ്ടുപിടിക്കുമ്പോൾ 1 into 1 plus 1 into 1 plus 1 into 1. So total 1 plus 1 plus 1 is 3. Next is 1 into -1 plus 1 into 0 plus 1 into 1. So -1 plus 1 which is 0.
Next is 1 into 1 plus 1 into 0 plus 1 into 1, which is actually equal to 2. Next is minus 1 into 1 plus 0 into 1 plus 1 into 1. So minus 1 plus 1, which is 0. Next is minus 1 into minus 1, which is 1. Next is 0 into 0, 1 into 1, which is actually equal to 2. Minus 1 into 1, which is minus 1. 0 into 0, 1 into 1, which is minus 1 plus 1, which is equal to 0. 1 into 1 plus 0 into 1 plus 1 into 1, which is equal to 2. 1 into minus 1 plus 0 into 1 plus 1 into 1, which is equal to 0. Next is 1 into 1 plus 0 into 0 plus 1 into 1, which is equal to 2. So ഇതാണ് എ ട്രാൻസ്പോസ് എയുടെ എക്സ്പ്രഷൻ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എ ട്രാൻസ്പോസ് ബി ആണ്. സോ എ ട്രാൻസ്പോസ് ഈസ് 1 1 1 minus 1 0 1 1 0 1 and b is നമ്മൾ ഓൾറെഡി ബി കണ്ടെത്തിയിട്ടുണ്ട്. b is 1 0 1. So 1 0 1. So multiply 1 into 1 plus 1 into 0 plus 1 into 1, which is equal to 2. Minus 1 into 1 plus 0 into 0 plus 1 into 1, which is equal to 0. 1 into 1 plus 0 into 0 plus 1 into 1, which is equal to 2. So ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ് ബി. അടുത്തതായിട്ട് നമ്മൾ എ ട്രാൻസ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി എന്ന് പറഞ്ഞ നോർമൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ് നമ്മുടെ ജോലി. സോ എ ട്രാൻസ്പോസ് എ ഈസ് ഈക്വൽ ടു 302 302 020 202 into a naught b naught c naught is equal to 202. Okay, so the equation becomes 3a naught plus 0 b naught plus 2 c naught is equal to 2. Next is 0 a naught plus 2 b naught plus 0 c naught is equal to 0. Next is 2 a naught plus 0 b naught plus 2 c naught is equal to 2. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇതിൽ നിന്ന് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യുക. സോ ഓഗ്മെന്റഡ് മെട്രിക്സ് ഈസ് 3 0 2 0 2 0 2 0 2. നെക്സ്റ്റ് ഈസ് 2 0 2. ഓക്കെ, ഇതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. നമുക്ക് ഫസ്റ്റ് റോ എടുക്കുക, അതിൻ്റെ താഴത്തെ എൻട്രീസ് 3ക്ക് താഴത്തെ എൻട്രീസ് എല്ലാം 0 ആക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അപ്പം താഴത്തെ ഏറ്റവും ലാസ്റ്റത്തെ എൻട്രി മാത്രം നമ്മൾ എന്താക്കിയാൽ മതി, 0 ആക്കിയാൽ മതി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എൻട്രി ഓൾറെഡി എന്താണ്, 0 ആണ്. സോ R3 മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. സോ R3 ഈസ് ഈക്വൽ ടു R3 മൈനസ് നമ്മൾ ഫസ്റ്റ് റോയിലെ എൻട്രിയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വിച്ച് മീൻസ് 2/3 into R1. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുക. സോ നമുക്ക് ചെയ്യേണ്ടത് R3 മൈനസ് ആണ്. സോ R3 ആദ്യം എഴുതുക, 2 0 2 2 മൈനസ് ഇനിയും R1നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3യെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈസ് ആക്ച്വലി 2. 0നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ വരും. അടുത്ത 2നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/3. അടുത്ത 2നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/3. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 minus 2 is 0. 0 minus 0 is 0. Next is 2 minus 4/3 ആണ്, which is 2/3. This is also 2/3. So this matrix changes to first row ക്ക് ചേഞ്ച് ഇല്ല, 3 0 2 2. സെക്കൻഡ് റോയ്ക്കും ചേഞ്ച് ഇല്ല, 0 2 0 0. തേർഡ് റോയ്ക്കകത്തെ ഫസ്റ്റ് എൻട്രി 0, സെക്കൻഡ് എൻട്രി 0. നെക്സ്റ്റ് ഈസ് 2/3. നെക്സ്റ്റ് ഈസ് 2/3. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ തന്നെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് മാറ്റി നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ ആദ്യം എഴുതാം. ദാറ്റ് ഈസ് ലാസ്റ്റ് ഇക്വേഷൻ ഈസ് 0 times a naught plus 0 times b naught plus 2/3 times c naught is equal to 2/3, which implies c naught is equal to 2/3 by
2/3 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സി നോട്ടിന്റെ വാല്യൂ കിട്ടി. സി നോട്ട് ഈസ് 1. ഇനി തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ എഴുതുക. തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ ഈസ് 2 0 a naught plus 2 b naught plus 0 c naught is equal to 0. ഇതാണ് തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ. സോ വിച്ച് ഇംപ്ലൈസ് 2b naught is equal to 0 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് b naught is equal to എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് 3a naught plus 0b naught plus 2c naught is equal to 2 എന്ന് കിട്ടും. സോ ഇവിടെ 3a naught is equal to b naught ഓൾറെഡി 0 ആണ്. സോ അത് നോക്കണ്ട. 2 മൈനസ് 2c naught എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 മൈനസ് 2 ഇൻറ്റു c naught എന്ന് വെച്ചാൽ 1 ആണ്. സോ 2 മൈനസ് 2 ഈസ് 0. സോ 3a naught is equal to 0 implies a naught is equal to എന്താണ്? 0. സോ നമുക്ക് a നോട്ടിന്റെ b നോട്ടിന്റെ c നോട്ടിന്റെ വാല്യൂ കിട്ടി. a naught is equal to 0, b naught is equal to 0, c naught is equal to 1. So y is equal to a naught plus b naught x plus c naught x square becomes x square. So y is equal to x square എന്ന രൂപത്തിലാകും നമുക്ക് കിട്ടേണ്ട പോളിനോമിയൽ എന്ന് പറയുന്നത്. ഈ പോളിനോമിയലാണ് ഏറ്റവും മനോഹരമായിട്ട് ഈ 3 പോയിന്റ്സിനെ ഫിറ്റ് ചെയ്യും. ഇൻഫാക്ട് ഈ ഇക്വേഷൻസിന്റെ കേസിൽ നമ്മൾ നോർമൽ ഇക്വേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ആക്ച്വലി സൊല്യൂഷൻ നമുക്ക് കിട്ടുമായിരുന്നു. അത് വേറൊരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ മെത്തഡോളജിനെ ഫോളോ ചെയ്യുക. ഇത് എക്സാക്ട്ലി ആ പോയിന്റ്സിൽ കൂടെ തന്നെ ഫിറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനുമാണ് y is equal to x square. ഏറ്റവും അഡ്ജസ്റ്റൻസ് എന്ന് മാത്രമല്ല അതിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.